വിവാഹം ഒഴിഞ്ഞു എന്ന്. അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? എന്തൊരു കള്ളമാണ് നടക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങൾക്ക് കയ്യും കാലും ഉണ്ടോ? അതായത് വിവാഹം 1 മാസത്തിന് ശേഷം ഒഴിഞ്ഞു എന്ന്. അതെന്താ പരിപാടി? ഇത് വാടക മുറി വല്ലതും ആണോ ഒഴിയാൻ? പച്ചക്കള്ളം പറയുകയാണ്. ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. കല്യാണം നമ്മളെല്ലാം ആരെങ്കിലുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ പാസ്റ്റ് ചിക്കിച്ചെകിഞ്ഞ് പോണമെന്നാണോ പറയുന്നത്? അല്ല, നമ്മളെല്ലാം അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോഴേ അവർ ഏതെങ്കിലും രീതിയിൽ ചിക്കിച്ചെകിഞ്ഞ് പോണമെന്നാണോ പറയുന്നത്? രാഹുലിന്റെ ആ പെൺകുട്ടിയുടെ ചോയ്സ് തെറ്റാണോ എന്ന് ചോദിച്ചാൽ 100% തെറ്റാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം കുറ്റം സമ്മതിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തുവരുമ്പോൾ പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ തെളിവുകളടക്കമാണ് യുവതി രംഗത്ത് വരുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഉയരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ അതീവ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തുണ്ട്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ലൈംഗികാരോപണ പരാതി എന്ന് പറയുന്നത് ഒരു സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും ഇത്ര വലിയ വിവാദമുണ്ടായി. രാഹുൽ മാങ്കൂട്ടം താൻ ആ യുവതിയുമായിട്ട് പരിചിതയായിരുന്നു എന്നതടക്കം പറഞ്ഞപ്പോൾ പോലും തന്റെ നിലപാടിൽ നിന്ന് ഒരു പിന്നോട്ടില്ലാതെ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് യുവതി യഥാർത്ഥത്തിൽ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് മലയാളി വാർത്തയോട് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് ഇങ്ങനെ. സർ, രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ കൈവിട്ടു പോയോ എന്നുള്ളൊരു സംശയമാണ്. അതായത് ഇപ്പോ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം രാഹുലിന് യുവതിയുടെ മൊഴി നിർണായകമായിട്ട് കുരുക്കായി മാറും എന്ന തരത്തിലാണ് വരുന്നത്. വിവാഹം വേർപെട്ടതിന് ശേഷമാണ് രാഹുലുമായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ശരി, ഞാൻ അപ്പം തന്നെ പറയട്ടെ. ഞാനിത് പറയുന്നത് നിങ്ങൾ തംബ്നെയിലാക്കി കൊടുക്കണം. ഉളുപ്പില്ലാത്ത പച്ച കള്ളം പറയല്ലേ. വിവാഹം വേർപെട്ടു എന്ന് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പെൺകുട്ടി പറഞ്ഞത് എന്താ അറിയാവോ? വിവാഹം ഒഴിഞ്ഞു എന്ന്. അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? എന്തൊരു കള്ളമാണ് നടക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങൾക്ക് കയ്യും കാലും ഉണ്ടോ? അതായത് വിവാഹം 1 മാസത്തിന് ശേഷം ഒഴിഞ്ഞു എന്ന്. അതെന്താ പരിപാടി? എങ്ങനെയാണ് വിവാഹം ഒഴിയുക? എന്ത് വാടക മുറി വല്ലതും ആണോ? കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുകയാണ്. അതായത് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു ലോബിയും വലിയ കാര്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തു. അപ്പൊ രാഹുൽ ഈശ്വർ ഒന്ന് പറഞ്ഞു ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണെന്ന്. അപ്പൊ അവരുടെ മൊന ഒടിഞ്ഞുപോയി. പുതിയ മൊന ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് വിവാഹം ഒഴിഞ്ഞു എന്നാണ്. അതെന്താണ് എന്തുവാണ് ഈ വിവാഹം ഒഴിയൽ? അങ്ങനെ നിയമത്തിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ? വിവാഹം ഒഴിഞ്ഞു എന്ന്. എന്തൊരു കള്ളമാണ് നടക്കുന്നത് ഈ നാട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിവാഹം ഒഴിഞ്ഞു എന്ന് അങ്ങനെ ഒരു പരിപാടി ഇല്ല. വിവാഹം ഒഴിയൽ എന്നൊരു പരിപാടി ഇല്ല. പറ്റിക്കുകയാണ്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെയും ജനങ്ങളെയും പറ്റിക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. ഇപ്പം താങ്കൾ തന്നെ താങ്കളെ പോലെ പ്രമുഖയായ ഏറ്റവും പ്രമുഖമായ ഡിജിറ്റൽ മാധ്യമങ്ങളൊന്നിൽ വർക്ക് ചെയ്യുന്ന വാർത്തയിൽ താങ്കൾ പറയുകയാണ് യുവതിയുടെ മൊഴി നിർണായകമായി. ആ യുവതി വിവാഹ മോചനത്തിന് ശേഷമാണ് രാഹുലുമായി ബന്ധപ്പെട്ടത്. കള്ളമാണ്. ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. പച്ചക്കള്ളം പറയുവാണ്. ഞാൻ ആ പയ്യനോട് ഇന്ന് രാവിലെ സംസാരിച്ചു. അവന്റെ ഓഡിയോ എന്റെ ഇരിപ്പുണ്ട്. എനിക്കത് വിടാൻ കഴിയാത്തത് ആ പയ്യൻ അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ പയ്യൻ അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വിടാത്തത്. എന്റെ ആ ഓഡിയോ ഇരിപ്പുണ്ട്. 2, വിവാഹം ഒഴിയുക എന്നൊരു പരിപാടിയില്ല. നിങ്ങളെ വാക്കുകൾ വെച്ച് പറ്റിക്കുകയാണ്. ഇങ്ങനെ തന്നെ കൊടുക്കണം. വിവാഹം ഒഴിഞ്ഞു എന്നൊരു പരിപാടി ഇന്ത്യയിലും ലോകത്തെവിടെയും ഇല്ല. വിവാഹം ഒഴിയൽ എന്നൊരു പരിപാടി ഇല്ല. കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ്. ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-ന്, അതും ക്ഷേത്രത്തിൽ വെച്ച്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത് എന്നതാണ്. അപ്പം തട്ടിപ്പ് കല്യാണമായിരുന്നു അത്. വിവാഹം ഇവിടെ ക്ഷേത്രത്തിൽ മാത്രമല്ല, അതിനുശേഷമുള്ള ഞാനിന്ന് ഇട്ടിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ വീഡിയോ. അതൊന്ന് പോയി നോക്കിയാൽ മതി. സന്ദീപ് വാര്യരടക്കം ഇവരുടെ ക്ഷേത്രത്തിൽ വെച്ചല്ലോ പങ്കെടുത്തത്. ഇവരുടെ മാരേജ് റിസപ്ഷനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് വിവാഹം ഒഴിഞ്ഞത്? എനിക്കത് മനസ്സിലാകുന്നില്ല. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചെന്ന് പറയുന്നതും ആബ്സല്യൂട്ട് കള്ളമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വിടാൻ അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് മാത്രം പറയാത്തത്. പക്ഷേ നിയമപരമായി വിവാഹം ഒഴിഞ്ഞു എന്നൊരു വകുപ്പില്ല ഇന്ത്യയിൽ. അത് ആ പെങ്കൊച്ചു പറയുന്നത് 100% കള്ളമാണ്. അഥവാ കള്ളമല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് എന്റെ റിക്വസ്റ്റ്. അതിജീവിതയെ അപമാനിച്ചു എന്ന വകുപ്പിൽ എന്നെ അറസ്റ്റ് ചെയ്യണം.
ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പൊ ഉണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ? അറിയില്ല, കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കോടതി എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് പോകും. അത് ജാമ്യം കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോകും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലോട്ട് ജാമ്യത്തിന് വേണ്ടി പോകും. എന്താണ് കോടതിയുടെ കാര്യം എന്നറിയില്ല. പക്ഷേ വിവാഹം ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല. ഈ ഞാൻ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട്. ഈ പെരും കള്ളി പറയുന്ന കള്ളത്തരങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ വലിയ കള്ളത്തരങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത്. എത്ര വലിയ കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ്. സ്വന്തം കല്യാണത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും കാമുകനെക്കുറിച്ചും ഇത്രയും പറയുന്ന ഒരു കള്ളം പറയുന്ന കുട്ടി എങ്ങനെ വിശ്വസിക്കും? താങ്കൾ തന്നെ വെറുതെ താങ്കളെ പറ്റിക്കപ്പെട്ടത് ആലോചിച്ചാൽ മതി. ശ്രീമതി രേഖയെ പറ്റിക്കപ്പെട്ടതെന്ന് ആലോചിച്ചാൽ മതി. അതായത് താങ്കൾ എന്നോട് ചോദിച്ചു യുവതിയുടെ മൊഴി നിർണായകമാണ്. കാര്യം ആദ്യ വിവാഹബന്ധം കഴിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷവുമാണ് രാഹുലുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് യുവതിയുടെ മൊഴിയും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ വേണ്ടി വളരെ വിദഗ്ധമായി വേറൊരു വാക്കിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് കോൺസ്പിറസി നമ്മൾ സംശയിക്കേണ്ടത്. ഇവിടെയാണ് നമ്മളെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾക്ക് തോന്നുന്നില്ലേ? ശരിയാണല്ലോ, വിവാഹം ഒഴിഞ്ഞു എന്നാണ്. അതെങ്ങനെയാണ് വിവാഹം ഒഴിയുന്നത്? ഇത് വാടക മുറി വല്ലതുമാണോ ഒഴിയാൻ? പച്ചക്കള്ളം പറയുകയാണ്. മാധ്യമങ്ങൾ ഇതിനെതിരെ ജാഗ്രതയോടെ നിൽക്കണം. ഇതിലിപ്പോ യുവതിയുടെ മൊഴിയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുമ്പോൾ യുവതി വിവാഹിത എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അല്ല, യുവതി ആദ്യം പരിചയപ്പെട്ടപ്പോൾ അങ്ങനെയല്ല. രാഹുൽ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷനിലെ ആദ്യ വരുന്ന പാരഗ്രാഫിലെ ആദ്യ വരി എന്ന് പറയുന്നത് യുവതി തന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. രാഹുൽ യുവതി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയല്ല, യുവതി രാഹുലിനെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. ഫേസ്ബുക്ക് വഴി സൗഹൃദവും മറ്റും സ്ഥാപിച്ചു. ആ ഘട്ടത്തിൽ രാഹുലിന്റെ കല്യാണത്തിന്റെ കാര്യം അറിയുന്നല്ലോ. അതിനുശേഷം യുവതി തന്നോട് പറഞ്ഞു ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഉണ്ടായതെന്നാണ് ഇവിടെ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. അതായത് ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. കല്യാണം നമ്മളെല്ലാം ആരെങ്കിലുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ പാസ്റ്റ് ചിക്കിച്ചകഞ്ഞ് പോണമെന്നാണോ പറയുന്നത്? നമ്മളെല്ലാം അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോഴേ അവർ ഏതെങ്കിലും രീതിയിൽ ചിക്കിച്ചകഞ്ഞ് പോണമെന്നാണോ പറയുന്നത്? രാഹുലിന്റെ ആ പെൺകുട്ടിയുടെ ചോയ്സ് തെറ്റാണോ എന്ന് ചോദിച്ചാൽ 100% തെറ്റാണ്. രാഹുൽ കെട്ടാത്ത നന്നായി, അതുവരെ. അതുകൊണ്ട് ആ ചോയ്സ് തെറ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ കള്ളം പച്ചയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ കൊടുക്കുകയും വേണം. എന്തായാലും ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അതിന്റെ ഭാഗമായിട്ട് നിർണായകമായിട്ടുള്ള മൊഴിയാണ് യുവതി നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണ് എന്നുമൊക്കെയാണ് യുവതി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് സൂചന. ആദ്യ വിവാഹം നടക്കുന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും പറയുന്നു. 4 ദിവസം മാത്രമാണ് തങ്ങൾ ഒരുമിച്ച് താമസിച്ചതെന്നും 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞുവെന്നുമാണ് യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. എന്തായാലും രാഹുലുമായി പരിചയപ്പെടുന്നതിന് മുമ്പ് വിവാഹബന്ധം ഒഴിഞ്ഞ് 5 മാസമായിരുന്നു എന്നും ഇതിനുശേഷമാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുന്നത് എന്നുമാണ് യുവതിയുടെ മൊഴി. വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകും എന്ന രാഹുലിന്റെ വാദത്തിന് എതിരെയാണ് ഇത്തരത്തിലൊരു മൊഴി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പക്ഷേ തന്റെ നിലപാടുകൾക്ക് ഉറച്ചു നിൽക്കുന്നു. ചില വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് താൻ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തതെന്നും യുവതിയുടെ ഭർത്താവുമായിട്ട് ഇന്നും താൻ സംസാരിച്ചിരുന്നു എന്നും യുവതി പറയുന്നത് പച്ചക്കള്ളമാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ രംഗത്തുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇത് മാറുകയാണ്. ലൈംഗികാരോപണ പരാതി, അതിന്റെ പേരിൽ MLA സ്ഥാനമടക്കം ഒഴിയേണ്ടി വരും എന്നതടക്കമുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസിനുള്ളിൽ വലിയ സമ്മർദ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും എന്നുള്ള അഭിപ്രായങ്ങളും പുറത്തുവരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും പാർട്ടിക്ക് പുറത്താക്കിയാലേ ഇനി പാർട്ടിക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റൂ എന്നതടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷണം അടക്കമാണ് ഈ വിഷയത്തിൽ പുറത്തുവരുന്നത്. പക്ഷേ നിയമപരമായിട്ട് നേരിടും. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഓഫീസ് അടച്ച് ഇട്ടിരിക്കുന്ന നിലയിലാണ്. എങ്കിൽ പോലും അദ്ദേഹം പാലക്കാട് തന്നെ തുടരുന്നു എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം
എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ എവിടെയോ ഒരു മൂലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസും സംവിധാനങ്ങളും. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്കാണ് ഈ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ പരാതിയില്ല എന്നുള്ള അടിസ്ഥാനത്തിലുള്ള കേസ് ഇപ്പോൾ പരാതിക്കാരി അടക്കം രംഗത്തേക്ക് വരുന്നു. നിർണായകമായിട്ടുള്ള ഡേറ്റ് സഹിതമുള്ള ഡാറ്റാസ് ആണ് നൽകിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അഭിപ്രായങ്ങൾ ഉയരുന്നുമുണ്ട്.